നമസ്കാരം. എന്തായാലും 24 ന്യൂസ് ചാനലിൻ്റെ ജനകീയ പരിപാടി കൊണ്ട് ഗുണം ഒന്നുണ്ടായി. ഹാഷ്മി മാത്യു കുഴൽനാടനോട് ചോദിക്കാതെ ചോദിച്ചു, എന്നാൽ പിന്നെ ബാക്കിയും കൂടെ ചോദിച്ചുകൂടായിരുന്നു. എങ്കിൽ കുഴൽനാടൻ തത്ത പറയുന്നത് പോലെ തൻ്റെ സ്കൂൾ പഠനകാലം മുതലുള്ള എല്ലാ സംഭവവും പറഞ്ഞത്. മാത്യു കുഴൽനാടൻ MLA പഠനകാലത്ത് കോപ്പി അടിച്ചതിന് ഡീബാർ ചെയ്തിരുന്നു എന്ന് ആരാണ് അന്ന് പറഞ്ഞു വരുത്തിയത്? അത് CPMൻ്റെ നുണബോംബാണെന്നായിരുന്നു അന്ന് കോൺഗ്രസ്സുകാർ പ്രതിരോധിച്ചത്. അതിൻ്റെ കാറ്റും കോളുമൊക്കെ കിട്ടടങ്ങിയപ്പോൾ കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ വിജിലൻസ് കേസുമായി കുത്തിപ്പൊക്കി വന്നു. പിന്നാലെ അതും താഴേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ മകൾക്കേറി നൽകിയ വിജിലൻസ് കേസ് വിജിലൻസ് കോടതി തെളിവ് പോയിട്ട് സാക്ഷി പോലും ഇല്ലെന്ന് പറഞ്ഞ് തള്ളിയതാണ്. ഇപ്പോഴിതാ കുഴൽനാടൻ കോപ്പി അടിച്ചിരുന്നു എന്ന കഥ വീണ്ടും ഇതാ തലപൊക്കി പുറത്തു വരുന്നു. നേരത്തെ ഈ വാർത്ത പടച്ചിറക്കിയത് കോൺഗ്രസിലെ തന്നെ ചില കേന്ദ്രങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ കുഴൽനാടൻ തന്നെ വെളിപ്പെടുത്തുകയാണ് താൻ കോപ്പി അടിച്ചിരുന്നത്. എന്തായാലും ഇപ്പോഴും തുറന്നു പറയാനുള്ള കുഴൽനാടൻ്റെ ആ ധൈര്യം സമ്മതിക്കണം. എന്തായാലും LLB ബിരുദം എടുക്കുന്നതിന് മുമ്പ് കുഴൽനാടൻ കുറേ കാലം സർവകലാശാല പരീക്ഷാ ഹാൾ കാണാനാകാതെ കറങ്ങി നടന്നിരുന്നു എന്നത് വാസ്തവമാണ്. അത് പക്ഷേ കുഴൽനാടൻ തന്നെ തുറന്നു പറയുകയാണ്. ഡിഗ്രിക്കല്ല, പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു എന്ന ആ കുറ്റം ചുമത്തി തന്നെ ഡീബാർ ചെയ്തു എന്നാണ് ആ സത്യം മാത്യു കുഴൽനാടൻ തുറന്നു പറഞ്ഞത് 24 ന്യൂസ് ചാനലിനോട്. കോളേജ് കാലത്തെ പരീക്ഷയ്ക്ക് കോപ്പിയടിച്ച് പിടിക്കപ്പെട്ടു എന്നതിന് രേഖകളോ മറ്റ് തെളിവുകളോ ഒന്നുമില്ലാത്തതിനാൽ ഒരു വ്യക്തതയുമില്ലായിരുന്നു. വെറും കിംവദന്തിയെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അതിനാണ് ഇപ്പോൾ മാത്യു കുഴൽനാടന് MLA ഒരു സാധൂകരണം നൽകിയിരിക്കുന്നത്. ഡിഗ്രി പരീക്ഷയ്ക്ക് മാത്യു കോപ്പി അടിച്ചിരുന്നോ എന്നായിരുന്നു ഹാഷ്മി ജനകീയ പരിപാടിയിൽ ചോദിച്ചത്. ഡിഗ്രിക്കല്ല, പ്രീഡിഗ്രിക്കാണ് എന്ന് തിരുത്തി ധൈര്യപൂർവ്വം മാത്യു കുഴൽനാടൻ അത് വിശദീകരിക്കുകയും ചെയ്തു. കോൺഗ്രസ് അണികൾ മൊത്തം അത് കേൾക്കണം. ഇതുപോലെ നിങ്ങൾക്കും ആർജവം വേണം, എന്തെങ്കിലുമൊക്കെ എന്ന് തുറന്നു പറയാം. മാത്യുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എൻ്റെ തൊട്ട് മുന്നിലെ ബെഞ്ചിൽ നിന്ന് വിദ്യാർത്ഥി കോപ്പി അടിക്കുന്നു എന്ന സംശയത്തിൽ ടീച്ചർ എത്തി പരിശോധിച്ചപ്പോൾ അയാളൊരു പേപ്പർ തറയിലിട്ടു. ഞാനത് ചവിട്ടി പിടിച്ചു. അയാളോട് ചോദിച്ചപ്പോൾ ഞാൻ എഴുതാൻ തയ്യാറെടുക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇതാ തറയിൽ ഞാൻ ചവിട്ടി പിടിച്ച് വെച്ചേക്കുന്നതെന്നും വ്യക്തമായി. കുഴൽനാടൻ അങ്ങോട്ട് ചോദിച്ചു, അത് അതിനുള്ള ഉത്തരമാണെന്ന് ആ മുന്നിലിരുന്ന വിദ്യാർത്ഥി പറയുകയും ചെയ്തു. അപ്പോൾ അത് നോക്കി എഴുതാൻ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. തറയിൽ നിന്നെടുക്കാനുള്ള ധൈര്യവുമില്ലായിരുന്നു. അതുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് കളയാൻ നോക്കിയപ്പോൾ തൊട്ട് പിന്നിലെത്തിയ ടീച്ചർ കണ്ടു. മുന്നിലിരുന്ന ആളെ ന്യായീകരിക്കാൻ ഞാൻ ശ്രമിച്ചത് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഒട്ടും ദാക്ഷ്യം കാണിച്ചില്ല. അതിൻ്റെ ഫലം ഡീബാറിംഗ് ആയിരുന്നു എന്ന് കുഴൽനാടൻ പറയുന്നു. കൈകൂപ്പി യാചിച്ചു, പക്ഷേ ടീച്ചർ ചെവി കൊണ്ടില്ല. ഒടുവിൽ ഡീബാർ ചെയ്യപ്പെട്ടു എന്ന് കുഴൽനാടൻ പരസ്യമായി തുറന്നു പറഞ്ഞു. തൻ്റെ അളിയനാണ് അതേ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിന് ഏറ്റവും അടുപ്പമുള്ള മാനേജ്മെൻറ്റാണ്. ഒരു വിഷമഘട്ടത്തിലും കരയാത്ത തൻ്റെ അപ്പൻ പോലും ഈ സംഭവത്തിൽ കരഞ്ഞുപോയി. ടീച്ചർക്കും ഈ സംഭവം വലിയ ഷോക്കായി പോയെന്ന് കുഴൽനാടൻ വിവരിക്കുകയും ചെയ്തു. എന്തായാലും അന്ന് ഉറപ്പിച്ചതാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിക്കണമെന്ന്. കാരണം കേരള സർവകലാശാലയുടെ ഒരു കോളേജിലും ഒരിടക്കാലത്തേക്ക് പിന്നെ മാത്യു കുഴൽനാടനെ ഡീബാറിംഗ് കാരണം കൊണ്ട് കയറ്റിയില്ല. അതുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റി ഡീബാർ ചെയ്യുന്ന ക്ഷീണം കുഴൽനാടൻ തീർത്തത് ഡൽഹിയിൽ പോയി പഠിച്ചിട്ടാണ്. ഇത് കുഴൽനാടൻ പ്രീ ഡിഗ്രി കാലത്ത് ചെയ്തൊരു സംഭവമാണെന്ന്, സത്യമാണതെന്നും കുഴൽനാടൻ തന്നെ തുറന്നു പറയുന്നു. അതിനുശേഷം ഇനി എന്തൊക്കെ കുഴൽനാടൻ്റെ മുഖത്തു നിന്നും വരാനിരിക്കുന്നു? വീണയ്ക്കെതിരായ വിജിലൻസ് കേസ് എങ്ങനെ കോടതി ഇത്രകാലം സജീവമാക്കി നിർത്തി? ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ? എന്തായിരുന്നു ആ കേസ് വിജിലൻസ് കോടതിയിൽ വരെ എത്തിയതിൻ്റെ ചേതോ വികാരം? കേസ് കോടതി തള്ളാനുള്ള കാരണം കൂടി എന്താണ്? വരും ദിവസങ്ങളിൽ മറ്റേതെങ്കിലും ഒരു TV ചാനൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചാൽ കുഴൽനാടനോട് ചോദിച്ചാൽ അതും ചിലപ്പോൾ തത്ത പറയുന്നവരെ പറയുമായിരിക്കും. എന്തായാലും കുഴൽനാടനെതിരെ നടന്ന ഡീബാറിംഗ് സംഭവം അതൊരു CPMൻ്റെ നുണക്കഥയാണെന്ന് പറഞ്ഞ് നടന്ന കോൺഗ്രസ്സുകാർക്ക് വലിയൊരു അടിയായിപ്പോയി കുഴൽനാടൻ്റെ തന്നെ ഈ തുറന്നു പറച്ച്.